ഹായ് ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഒരു വ്ളോഗ് ആയിരിക്കും. ഇന്നത്തെ വ്ളോഗ് ഒരു പ്രത്യേകത ഉള്ളൊരു വ്ളോഗാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോണത്? നമ്മളിന്ന് വലിയൊരു പാക്കിങ്ങിലാണ്. ബിക്കോസ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള പാസും കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാം വളരെ പെട്ടെന്നൊന്നും അല്ലായിരുന്നു. ഒരാഴ്ചക്ക് മുന്നെയാണ് നമ്മൾ പാസിന് അപ്ലൈ ചെയ്തത്. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, 17-ാം തീയതി മെയ്. അപ്പൊ നമ്മള് നാളെ മൺഡേ മോർണിംഗ് നമ്മൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാണ് ബൈ കാർ. അയ്യോ എൻ്റെ അമ്മേ, ഇവിടെ നമുക്ക് അങ്ങനെ വലിയ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ നിന്ന് ഒന്നും തന്നെ ആയില്ല. സ്കൂളാണെങ്കിലും ഓഫീസ് ആണെങ്കിലും ഒന്നും തന്നെ ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. നമ്മളിവിടെ ഇരുന്ന് തലയ്ക്ക് വെട്ടുപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മളപ്പോൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മളൊരു 2 വീക്സ് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും, നമ്മളും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും. അങ്ങനെയാണ് കേട്ടോ. പാസ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അതും കൂടി മനസ്സിൽ വെച്ചേക്കാം. നമ്മൾ ഏത് വീട്ടിലേക്ക് പോകാൻ അവിടെ നമ്മുടെ പാരന്റ്സോ ആരെങ്കിലും കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി 2 വീക്സ് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ നമ്മൾ വരുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ പാസ് കിട്ടുമോ കിട്ടൂലേ എന്നൊക്കെ വളരെ ഫുൾ ഡൗട്ടിൽ ഇരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ശനിയാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ 3 പാസ് കിട്ടി. 3 പാസ് എന്ന് പറയുമ്പോഴത്തേക്കും കർണാടകയുടെ എക്സിറ്റ് പാസ്, തമിഴ്നാട്ടിൽ പോയി നമ്മൾ വാളയാർ വഴിയാണ് പോകുന്നത്. അപ്പൊ തമിഴ്നാടിന്റെ ട്രാൻസിറ്റ് പാസും പിന്നെ കേരളയുടെ എൻട്രി പാസും. അപ്പൊ ഇത് 3 നമുക്ക് കിട്ടി. ഇന്നലെ ഒരു 5 o'clock 4:35 നമുക്ക് ഇതൊക്കെ എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ. ഇതിൽ നിന്നോട്ടെ, അതാണ് സത്യം. അപ്പോൾ പിന്നെ മതിയായി. പിന്നെ നമ്മളൊരു പ്രതീക്ഷയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുവാണല്ലോ. അപ്പൊ പിന്നെയാണ് നമ്മൾ നാട്ടിൽ പോകുന്നത് വിചാരിച്ചത്. അപ്പോൾ എന്താണ് പാസ് മുഴുവൻ കിട്ടിയത് അപ്പൊ തന്നെ ഞങ്ങൾ തുടങ്ങിട്ടോ പാക്കിങ്. ഇന്നലെ കുറെ സാധനങ്ങൾ പാക്ക് ചെയ്തു. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. വീടിപ്പോ ഈ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കാറിൽ വെച്ചതിന് ശേഷം ഫുൾ അടിച്ച് തുടയ്ക്കണം, അല്ലെങ്കിൽ അത്രയ്ക്കും പൊടിച്ച എല്ലാം ഇങ്ങനെ ചവറുകളൊക്കെ കളഞ്ഞാണ് ഒരു പാക്കിങ്ങിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ എൻ്റെ ഈ റൂം എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു ഞാൻ. ബിക്കോസ് എൻ്റെ സാധനങ്ങൾ മുഴുവനും ഈ ഒരു മുറിയിലാണ്. അപ്പോൾ പാക്ക് ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇത്രയും സാധനങ്ങളായിട്ട് പോണത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. ബിക്കോസ് എന്നാണ് നമ്മൾ തിരിച്ചു പറഞ്ഞത് അറിയില്ലാത്തത് കൊണ്ടാണ് അതിനേക്കാൾ വലിയ പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് ഇത്ര സാധനങ്ങൾക്ക് എടുത്താൽ മതിയായിരുന്നു. നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ട്രാവൽ ആയതുകൊണ്ടാണ് തിരക്കി ഭ്രാന്ത് പിടിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ബട്ട് കുറച്ചെങ്കിലും നമുക്ക് ഒന്ന് ഫ്രീ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോണത്. പിന്നെ എത്ര നാളെ ഇനി എന്ന് കാണുമെന്ന് പോലും അറിയാൻ, വീട്ടുകാരൊക്കെ എന്ന് കാണുമെന്ന് പോലും അറിയാൻ പാടിയിരിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ പാസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ ഒന്നും നോക്കണില്ല, നമ്മൾ കുറെ സാധനങ്ങൾ വാരിക്കെട്ടി പോവാണ്. ഇപ്പോൾ പാക്ക് കുറേയൊക്കെ ചെയ്തു. ഇതൊക്കെ പാക്ക് ചെയ്യണതൊക്കെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് തലക്കി വിട്ടാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്തൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഒതുക്കി വെച്ചേക്കണൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ റൂംസും ഭയങ്കര കട്ട മെസ്സി ആയിട്ട് കിടക്കുകയാണ്, പാക്കിങ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക, ഇത് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ, ക്രാഫ്റ്റ് പേപ്പേഴ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതും എൻ്റെ മേക്കപ്പ് ബ്രഷസും സംഭവങ്ങളും കുറച്ച് 1-2 ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് മെറ്റീരിയലൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത്. നമ്മൾ എന്തായാലും ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ വിശ്രമ വേളകൾ, ക്വാറന്റൈൻ വേളകൾ ആഹ്ലാദകരമാക്കണമല്ലോ എന്താണെങ്കിലും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളും അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്ത്. പിന്നെ എൻ്റെ മേക്കപ്പ് ബ്രഷസും, പിന്നെ ഇവിടെയൊക്കെ അത് തന്നെ. ഇത് ഇത് എൻ്റെ ക്യാമറയുടെ ലെൻസാണ്. ഭയങ്കര കഥയാണ് ഈ ക്യാമറയെ പറ്റി, ഞാൻ പിന്നെ പറയാം. കഥ ഭയങ്കര കോമഡിയാണ്. പിന്നെ ഇത് എൻ്റെ ക്യാമറേന്റെയും ലാപ്ടോപ്പിന്റെയും ആയിട്ടുള്ള ആക്സസറീസ് മൊത്തമാണ് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇത് കൊണ്ടുപോകാനുള്ള ബാഗാണ്. പിന്നെ ഇത് കുറച്ച് ജ്വല്ലറീസ് ആണ്. പിന്നെ അവിടെ ഇരിക്കണതൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. അത് ഞാൻ കഷ്ടപ്പെട്ട ഒരു കണക്കിനാണ് സോർട്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഇത് എൻ്റെ കയ്യിൽ പിടിക്കാനുള്ള ഹാൻഡ് ബാഗാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഏതാനും ഐറ്റംസ് ഉണ്ട്. ഈ 2 പെട്ടികളാണ് ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക്, ഇതില്ല കേട്ടോ, ഈ 2 പെട്ടികളാണ് തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ എടുത്തേക്കണത്. മുകളിലത്തെ 2 മെഡിസിൻ ബോക്സസ് ആണ്. ഹോമിയോ മെഡിസിൻസ് ഓബിയസ്ലി അത് തന്നെ ഇരിക്കുമല്ലോ. അപ്പൊ ഇത് 2 മെഡിസിൻസിന്റെ ബോക്സസ് ആണ്. അപ്പൊ നമ്മൾ കുറെ ദിവസത്തേക്ക് പോകണം, നമുക്ക് എന്തായാലും വേണ്ടി വരുമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്തും സ്കിൻ കെയർ, ഹെയർ കെയർ, പിന്നെ ജ്വല്ലറീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഒരു ഐഡിയയും ഇല്ലാണ്ട് കുറച്ച് സാധനങ്ങളാണ് ഞാൻ വാരി ഇട്ടേക്കണത്. എനിക്ക് അറിയില്ല ഇതൊക്കെ തന്നെ മതിയാവോ അതോ ഇത് കൂടുതലാവോ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് നമ്മൾ എത്ര ദിവസത്തേക്കാണ് പോകുന്നതെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ റിവ്യൂ ചെയ്യാനുള്ള പുതിയ PR സാധനങ്ങളും പിന്നെ കുറച്ച് ഒരു 5 ബ്രാൻഡ് വീതമുള്ള മേക്കപ്പ് പ്രൊഡക്ട്സും ആണ് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് എടുത്തേക്കണത് കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. യെസ് പ്ലീസ്. ഫുള്ളും ഇനി അടിച്ചു വാരാണ്ട് ഒരു അക്ഷരം, അത്രയ്ക്ക് പൊടിയാണ്. പിന്നെ ഇത് നമ്മളുടെ 3 ആളുടെയും ഡ്രസ്സസ് ആണ് ഇതിൻ്റെ അകത്ത് മൊത്തം. വീട്ടിലിടാനുള്ളതും പുറത്തിടാനുള്ളതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഡ്രസ്സസ് ആണ് ഈ 2 ബോക്സിൻ്റെ അകത്ത്. നമ്മൾ അത് ഇന്നലെ തന്നെ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാറുടെ കണ്ണ. അപ്പൊ ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഏതാനും കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്.
അപ്പൊ അതെ ഏട്ടന് ഇവിടെ നിന്ന് ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പൊ കാറിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പോണതിന്റെ സാധനങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ യോ താടി കാരണം മനുഷ്യനെ കാണുന്നും കൂടി ഇല്ല. അപ്പൊ ഇവിടെ മെസ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കണം എന്റെ പുറകെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വണ്ടിയിലിരുന്ന് കഴിക്കാനുള്ള കുറച്ച് സ്നാക്സ് കേട്ടോ. അധികം സ്നാക്സ് ഒന്നും ഇല്ല, സഞ്ചി അങ്ങനെ കിടക്കണോണ്ട് അങ്ങനെ തോന്നുകയാണ്. പിന്നെ ഇതും ഒക്കെ നമ്മൾ ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ ബാക്കി വന്ന സാധനങ്ങളില്ലേ, പരിപ്പ്, കടല, ഉഴുന്ന്, പിന്നെ അവല്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് നമ്മൾ 1-2 മാസത്തെ ഒരു മാസം മിനിമം 1.5 മാസത്തേക്ക് എന്തായാലും വരാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പൊട്ടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുപോകണത്. പിന്നെ വേറെ എന്തൊക്കെയാട്ടാ, എന്തൊക്കെയാണ് വേറെ? പിന്നെ ഏട്ടൻ ഇപ്പൊ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തലയിലിടുന്ന എണ്ണയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ആ ബോക്സിന്റെ അകത്ത് നമ്മളിങ്ങനെ പുതിയതായിട്ട് നമ്മൾ ബാക്കപ്പ് ആയിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന, എന്നിട്ട് എന്റെ പേര് ഓയിൽ, അതെ കോക്കനട്ട് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണുന്ന എല്ലാം പാക്ക് ചെയ്യുന്നില്ല കേട്ടോ, ഇത് മൊത്തം ക്ലീനിങ്ങിന്റെ ഒരു അവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് തൽക്കാലത്തേക്ക് പാക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി എന്റെ അമ്മേ ഇതൊക്കെ കൂടി ഒതുക്കി പിടിച്ച് ഏത് കാലത്താണ് എനിക്ക് ചെയ്ത് തീരണമെന്ന് അറിയാൻ പാടില്ല. ബിക്കോസ് അടിച്ചു വാരി തുടച്ച് പോയാൽ ഭയങ്കര പ്രശ്നമാവും നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും. അത്രയ്ക്കും പൊടിയാണ് ഒന്നാമത് ഇവിടെ തന്നെ. അപ്പോൾ ഓരോ സൈഡ് ബൈ സൈഡ് ആയിട്ട് ക്ലിയർ ചെയ്ത് വണ്ടിയിൽ ഏട്ടൻ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡാണ് എടുക്കാൻ വേണ്ടി പോകണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. കഴിക്കാൻ നമ്മൾ പുറത്തൊന്നും ഇറങ്ങണില്ല. 2 നേരം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തും ഉണ്ടാക്കിയും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡും ജാമും ആണ് തൽക്കാലത്തേക്കല്ല, ബ്രെഡും ജാമും ആണ് ഞാൻ നാളെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ലഞ്ചിന് വേണ്ടി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഏട്ടനൊരു കപ്പ് ബിരിയാണി എന്നിട്ടൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കപ്പ് ചിക്കൻ ബിരിയാണി, കപ്പ് നൂഡിൽസ് മാതിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചെയ്യില്ലേ, അത് തൽക്കാലത്തേക്ക് ഇത് വാങ്ങിച്ചു. എനിക്കത് ഇഷ്ടമൊന്നും അല്ല, ഏട്ടൻ കേൾക്കണ്ട. അത് നമ്മള് മറ്റേ ആൻഡമാൻസ് ട്രിപ്പിൽ പോയപ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയിട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. അപ്പൊ ഞാനത് കഴിക്കില്ലെന്ന് ഓൾറെഡി കൈ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചപ്പാത്തിയും കേടായി പോകാത്ത എന്തെങ്കിലും കറിയും കൂടി ഉണ്ടാക്കി എടുക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത്. ബാക്കി നമ്മൾ വെള്ളം, സ്നാക്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. പുറത്തിറങ്ങാൻ നമുക്കൊട്ടും സേഫ് അല്ല. പിന്നെ അതിന്റെ കൂടെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന സാധനം എന്ന് വെച്ചാല് ചേട്ടാ മാസ്കുകൾ, ഗ്ലൗസ് ഒക്കെ എന്ത് ചെയ്യല്ലേ, അപ്പുറത്താണ്. മാസ്ക് എടുത്തിട്ടുണ്ട് ഞാനും. നമുക്ക് ഓൾറെഡി ഫിൽറ്റർ ഉള്ള മാസ്ക് ഉണ്ട്. അതിനിടെ ഉണ്ണിക്കുട്ടിക്ക് ഒരു മാസ്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു വെച്ചാല് നമ്മൾ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഗ്ലൗസ്, പിന്നെ ഈ ഗുഡ് വൈബ്സിന്റെ സാനിറ്റൈസർ ഈ പ്രാവശ്യം വന്നത് മറ്റേ ഈ വെള്ളം മാതിരത്തെ സാനിറ്റൈസറാണ്. അപ്പോൾ ഏട്ടൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് എടുത്തിട്ട് ഒഴിച്ച് ആ ബോട്ടിൽ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇൻ കേസ് കാറിൽ നിന്നൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ കാറിൽ വല്ല ആൾക്കാരും തൊടുന്നുണ്ടോ പിടിക്കണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ എക്സ്പോസ്ഡ് ആവുന്ന ഭാഗത്തൊക്കെ ഒന്ന് നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ട് കയറാൻ വേണ്ടി അത് നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യണ സാനിറ്റൈസർ വെള്ളം ഒഴിച്ച് കുലുക്കാൻ പാടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഭാഗ്യത്തിന്റെ പേർപ്പിളിന്ന് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ചാർജ് അതൊക്കെ ഇനി എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഈ തൽക്കാലം ഇങ്ങനെ പെട്ടി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. അയ്യോ ഒരു രക്ഷയില്ല. ഇനിയിപ്പോ 12:30 ആയി. ഇനിയിപ്പോ ഇന്നത്തെ ഭക്ഷണം കുക്ക് ചെയ്യണം. കുക്കിംഗ് ഒന്നും കാണിക്കണില്ല, അതിനുള്ള സമയമോ അങ്ങനത്തെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു സിമ്പിൾ റൈസും പിന്നെ ഫിഷ് വറുക്കാൻ വേണ്ടി തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണെന്ന്. കട്ട പാക്കിംഗ് ആണ്, കട്ട പാക്കിംഗ് അല്ല ക്ലീനിങ് ആണ്. അതാണ് നമുക്ക് കരച്ചിൽ വരുന്നത്. ക്ലീൻ ചെയ്യണമല്ലോ, ഇത് മുഴുവനും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണ കാര്യം ഓർക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്ത. അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പോ ഏട്ടനിപ്പോ വണ്ടിയിൽ കൊണ്ടുവയ്ക്കാൻ പോകല്ലേട്ടാ. അതിന്റെ ഒരുക്കമാണ് കാണുന്നത്. അപ്പോ ഏട്ടൻ കൊണ്ട് വെക്കട്ടെ, നമുക്ക് ബാക്കി പണി ചെയ്യാം. ഇപ്പൊ ഇവിടെ സമയം 10:45. നമ്മൾ രാവിലെയാണ് പാക്ക് ചെയ്യണതും, രാവിലെയാണ് ഉച്ചയ്ക്കണം, രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴാണ് പാക്ക് ചെയ്യണതും സംഭവങ്ങളൊക്കെ കാണിച്ചത്. ഇപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പാക്ക് ചെയ്തു, എല്ലാം തന്നെ കാറിൽ വെച്ചു. ആൻഡ് കിച്ചൺ ഫുൾ ക്ലീൻ ചെയ്തു, ഫ്രിഡ്ജ് ഫുൾ ക്ലീൻ ചെയ്തു, വീട് മൊത്തം ക്ലീൻ ചെയ്തു. അലക്കാൻ വേണ്ടി കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതായത് ഇന്നലെ ഇട്ടത് മാത്രം, അതൊക്കെ അലക്കിയിട്ടു. വെച്ചാൽ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് എന്തായാലും നാളെ ആകുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോൾ അത് എന്തായാലും ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മുഷിഞ്ഞ തുണിയൊന്നും പുറത്ത് കിടക്കൂല ഇപ്പം ഇട്ടേക്കണത് ഒഴിച്ചാലേ. അപ്പോൾ പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറിയായിട്ട് ചിക്കനാണ് കേട്ടോ, ചിക്കൻ ഫ്രൈ ആണ് എടുത്തേക്കണത്, കറി എടുക്കാൻ പറ്റാത്തതുകൊണ്ട്.
പിന്നെ എൻ്റെ കുറച്ച് ചെടികളുണ്ട്, നമ്മുടെ കറ്റാർവാഴ, അലോവേറ ഉണ്ട്, കുറച്ച് കറിവേപ്പില ഉണ്ട്, അങ്ങനെ പിന്നെന്താ വേറെ അത് തന്നെ അലോവേറ ഉണ്ട്, കറിവേപ്പില ഉണ്ട്, പിന്നെ ഒരു മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലോങ് കുറേ നാളത്തേക്ക് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ രമ്യം റുനൂബ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നേ, അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ചെടികൾ നോക്കിക്കൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ നാട്ടിൽ പോണത്, ഇങ്ങനെ കുറേ നാളത്തേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ രമ്യക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എൻ്റെ കറ്റാർവാഴ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിച്ച് പൊളിച്ച് ഉപയോഗിച്ച് പൊന്നുപോലെ നോക്കിയാൽ മതി എൻ്റെ ചെടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടികൾ സേഫായി വീട്ടിൽ എനിക്കൊണ്ട് ഇനിയൊന്നും ഇല്ലയെന്നോ, അല്ല അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്, മുഷിഞ്ഞ സാധനങ്ങളൊന്നുമില്ല, ചീഞ്ഞു പോണ സാധനങ്ങൾ അങ്ങനെയൊന്നുമില്ല. എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് വണ്ടി നിറഞ്ഞാണ് കവിഞ്ഞാണ് നമ്മൾ പോണത്. നാളെ ഞാൻ വണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിൽ വണ്ടി കയറി നമ്മൾ കാണാമല്ലോ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ടോ. എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല, ബിക്കോസ് ഈ പാക്കിങ്ങിൻ്റെ കുറച്ച് തിരക്കിലായതുകൊണ്ട് നല്ല ടയേർഡായി. അപ്പോൾ എനിക്ക് പിന്നെയും ഇനി ഇരുന്ന് അപ്പോൾ തന്നെ മുതുക് വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ ഇനി ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓവർ സ്ട്രെസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇനി നമ്മൾ നാളെ വൈകുന്നേരം അവിടെ എത്തിയിട്ട് ചൊവ്വാഴ്ച പിന്നെ നമ്മൾ ക്വാറന്റീനിലാണല്ലോ, അപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ചത്തേക്കുള്ള വീഡിയോ ചൊവ്വാഴ്ച വന്നിട്ട് ഹോൾ വീഡിയോ കൊണ്ട് അധികം ടൈം എടുക്കില്ല. അപ്പോൾ എന്നിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ആണത് തേഴ്സ്ഡേ മറ്റോ ആയിരിക്കും കേട്ടോ. ആയിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് രാവിലെ 4 മണിക്കാണ് എണീക്കാൻ വേണ്ടി പോണത്. യൂഷ്വലി ഏട്ടൻ ആദ്യം എണീക്കും. ഏട്ടൻ കുറേ നേരം ബാത്റൂമിൽ ഇരുന്നിട്ട് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ ഞാൻ എണീക്കാറുള്ളൂ. 5 മണിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പക്ഷേ ഈ നാളെ ഞാൻ 4 മണിക്ക് തന്നെ എണീക്കാനുണ്ട്, ബിക്കോസ് ഉണ്ണിക്ക് കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞെടുക്കണം. പിന്നെ പാത്രം കഴുകി ഉണങ്ങാൻ വെച്ചേക്കണം, അത് മുഴുവനും തിരിച്ച് അകത്തേക്ക് മാറ്റി വെക്കണം. ചപ്പാത്തി പാക്ക് ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് ഫ്രഷ് ആവണം. കുളിക്കലൊന്നുമില്ല, കുളിക്കലൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ ഞാൻ രാത്രി കുളിച്ചത്. ഞാൻ 8 മണി കഴിഞ്ഞ് കുളിച്ചപ്പോഴത്തേക്കും. അപ്പം ഞാൻ നാളെ രാവിലെ ഇങ്ങനെ കുളിക്കുന്നില്ല. പിന്നെ പേടിയായിട്ടോ, ആകെ ടെൻഷനാണ്, പ്രത്യേകിച്ച് ബാത്റൂമിൽ പോണ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പിടയ്ക്കാണ് ഉള്ളിൽ കിടന്നിട്ട്, എന്തെങ്കിലും മറന്നു പോകുമോ അങ്ങനത്തെ ഒരു പേടിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അല്ല ഇവിടെ നിന്ന് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂളാവും. അപ്പോൾ ഇനിയിപ്പോൾ മറന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല, അങ്ങനത്തെ ഒരു ചിന്ത വരും കേട്ടോ. പക്ഷേ ഇനി ഇവിടുന്ന് ഇറങ്ങണത് വരെ എനിക്ക് ഈ ഒരു തിളപ്പായിരിക്കും. ഇനിയിപ്പോൾ ഉറങ്ങുമെന്നൊന്നും അറിയില്ല. ഞാൻ യൂഷ്വലി ആണോ എനിക്ക് ഉറക്കം വരില്ലേ ട്രാവൽ ചെയ്യണ ദിവസം, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഏതാനും ചെറിയ ബാഗുകൾ, കവറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഏട്ടന് ഉണ്ണിക്കുട്ടിനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാനപ്പോൾ വേറെ കുറച്ച് പരിപാടിയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് അതും എൻ്റെ ഹാൻഡ് ബാഗിലേക്ക് വെക്കണം. എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം. 11 മണി ആവാറായി. നേരത്തെ കിടക്കാൻ നമുക്ക് വിചാരിക്കും, പക്ഷെ ഒരിക്കലും നടക്കാറില്ല. ബിക്കോസ് ഈ പാക്ക് ചെയ്ത് മാറ്റി ഒരിക്കലും നമുക്ക് നടക്കാറില്ല. അപ്പോൾ ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങണം കേട്ടോ, അല്ലെങ്കിൽ നാളെ എനിക്ക് നല്ല പണി കിട്ടും. ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം. Hey my angels, good morning. നമ്മളുടെ day 2 ഇന്നാണ് നമ്മൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പം 5 മണിയായിട്ടോ. ഞങ്ങൾ എണീറ്റ് എല്ലാവരും റെഡി ആയി, എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു പഴയ ബ്ലാങ്കറ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ സോഫയൊക്കെ ഇങ്ങനെ പൂട്ടി വെച്ചേക്കാണ്. തമ്പായിയുടെ ഫോട്ടോ ഉണ്ട് അല്ലേ കയ്യില്. ഗുഡ് മോർണിംഗ് പറഞ്ഞവാ. അപ്പോൾ ഞാനിവിടെ രാവിലെ ഏട്ടനും ഞാൻ ഒരുമിച്ച് എണീറ്റു. ഇവനും കൂടെ എണീറ്റു കേട്ടോ. ഇവനാണെങ്കിൽ കട്ട് എക്സൈറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കിച്ചൺ ഫുൾ ക്ലീൻ ചെയ്തു, കണ്ടില്ലേ, ഫുൾ ക്ലീൻ ചെയ്തു. പാത്രങ്ങളെല്ലാം ഉണങ്ങിയതൊക്കെ എടുത്ത് അകത്ത് വെച്ചു. ഫ്രിഡ്ജ് ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്. എൻ്റെ ദൈവം എന്ന് പറയണ്ട. പിന്നെ കുറച്ച് ഡ്രസ്സ് ഇളക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു 3-4 മാത്രം ഉണങ്ങിയില്ല, ബാക്കി എനിക്കൂടെ ഇപ്പോൾ ഉണങ്ങിയെന്നുണ്ട്, എടുത്തിട്ടിട്ട് പോവാം. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാം സെറ്റ് ചെയ്തു. ഇവിടെയൊക്കെ വേണ്ടതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി. അതിനുശേഷം ഈ റൂമിലും എല്ലാം കൊണ്ടുവയ്ക്കാനുള്ളതൊക്കെ എല്ലാം കൊണ്ടുവച്ചു. ഈ റൂമിലും എല്ലാം സെറ്റായി. ഇപ്പം ഏകദേശം കാലിയായിക്കൊണ്ടിരിക്കുകയാണ് മുറി. ഇനിതേ ഇവിടെ കുറച്ച് ഏതാനും കവറുകളുണ്ട്. ഏട്ടാ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കേ. അപ്പോൾ അതെ, കുറച്ച് കവറുകൾ, ഫുഡ്, ബ്ലൂ സഞ്ചിയിലുള്ളത് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തിങ്ങനെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതെ ഇതൊക്കെ കൊണ്ടുപോവാണ് ഇപ്പോൾ ഓരോന്നായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. ഹലോ, ഇപ്പോൾ ഒരു 5:30 ആയി. കറക്റ്റ് 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ കേട്ടോ. അതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെളുപ്പിന് ആവണുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഇവിടെ ബാക്കിലിരിപ്പുണ്ട്. അയ്യോ കാണില്ല, വെളിച്ചം വന്നിട്ട് അവനെ കാണിക്കാവേ.
കർണാടക ബോർഡർ കടന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ ചെക്കിംഗ് ഒന്നുമില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ടോ ഇനി നമ്മള് ഫാമിലി ആയതുകൊണ്ടോ ഒന്നും അറിയില്ല. ഭയങ്കര ഭീകരമായ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു പാസും കാര്യങ്ങളൊക്കെ ചോദിച്ചു, അത്രേ ഉള്ളൂ. അത് അന്ന് പോയ ചെന്നൈ സിൽസൊക്കെ കണ്ടിട്ടേക്ക് സങ്കടം വന്നു. നമ്മള് മറ്റേ ശരണഭവന്റെ കൂടെ ഫ്രണ്ടിൽ കൂടെ പോണേ. ശരണഭവന്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോണത്. ഇതൊന്നും തുറക്കാത്തത് കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പോവാം. തുറന്നിരുന്നെങ്കിൽ നമുക്ക് വിഷമായേനെ അല്ലേ. തുറക്കില്ലല്ലോ. ഇതാണ് നമ്മുടെ എന്താണ് കേട്ടാ വെസ്റ്റേൺ ഗട്ട്സ്. നമ്മളങ്ങനെ ഭയങ്കര നയനമനോഹരമായ കാഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ മോനെ. ബ്രെഡും ജാമും കഴിക്കുവാണ്. ഇല്ല പൊന്നു ഹായ് പറയടാ. അമ്മ ഈശ്വര ഒരറക്കമൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട് ആള്. അങ്ങനെ പോവാണ് നമ്മൾ. ഹലോ. ഇപ്പൊ എത്ര മണിയായി? ഇപ്പൊ വന്നിട്ട് 8:45 അല്ലേ കേട്ടോ. ഇപ്പൊ വന്നിട്ട് 8:45 കഴിഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രെഡും ജാമും ആണ്. ഇപ്പൊ നമ്മള് മാങ്ങയൊക്കെ ഇങ്ങനെ ചോപ്പിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഉണ്ണിക്കുട്ടിയെ. ഉണ്ണിക്കുട്ടി ഒരു കുഞ്ഞുറക്കം കഴിഞ്ഞിട്ട് പിന്നെയും ഉറക്കം വരണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് പിന്നെ ഉറങ്ങിയൊന്നുമില്ല. അങ്ങനെ കാഴ്ചയെ കണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഈ റോഡ് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിയിൽ ഇടയിൽ 1, 2, 3 ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ. ജസ്റ്റ് നമ്മളുടെ പാസ് കാണിച്ച് പോയാൽ മതി. നമുക്ക് ഇറങ്ങുക ഗ്ലാസ് താഴത്തൊന്നും വേണ്ട. ഗ്ലാസ്സിൽ കൂടെ കാണിച്ച് അവർ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വിട്ടോളും. ഇന്നലെ നമുക്ക് ബാംഗ്ലൂർ മഴ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും അല്ല, ആളെന്നൊന്നും ഇല്ല. വഴിയിലൊന്നും ആരും ഇല്ല. അവിടെ വെയിലും ഇല്ല. ദൈവം സഹായിച്ചു. വെയില് നല്ലോണം വേണ്ടിയുള്ള സമയം ആവണേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ അപ്ഡേറ്റ്. ഞങ്ങൾ മാങ്ങ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങള് ഇപ്പൊ വാളയാർ എത്തിയിരിക്കുകയാണ് അല്ലേട്ടാ. പറഞ്ഞോളൂ. വാളയാറെത്തി. നല്ല തിരക്കാണ്. നമ്മൾക്ക് കിട്ടിയ ടൈം സ്ലോട്ട് വന്നിട്ട് 1 to 4 ഇടയ്ക്കാണ്. 1 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ്. പക്ഷെ നമ്മൾ അതിനേക്കാൾ വളരെ നേരത്തെയാണ് കേട്ടോ. ഇപ്പൊ ഇത്രയും സമയം ശരിക്കും 10:45 ഭയങ്കര നേരത്തെയാണ്. 10:45. ചില നമ്മൾ യൂഷ്വലി വരുമ്പോ 10-11 മണിക്കൂറൊക്കെ എടുക്കാറുണ്ടല്ലേ. അന്ന് എത്ര മണിക്കൂർ എടുത്തില്ലേ. പക്ഷെ ഇതിപ്പോ നമുക്ക് വഴിയിലൊന്നുമില്ല, തിരക്കില്ല, ബ്ലോക്ക് ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് പിന്നെ നമ്മള് ഫുഡ് കഴിക്കാനൊന്നും ഇറങ്ങണില്ല. അതുകൊണ്ട് ബ്രേക്ക് ഒന്നും എടുക്കണില്ല. അപ്പൊ അങ്ങനത്തെ സമയമൊന്നും പോവാത്തതുകൊണ്ട് നമ്മൾ 5:30 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 10:45 തന്നെ നമ്മള് വാളയാർ ചെക്ക് പോസ്റ്റ് എത്തി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഇപ്പൊ ഈ നമുക്ക് ഈ ഇവിടുത്തെ ചെക്കിങ്ങിന് ഇനി എത്ര സമയം പോകും എന്ന് അറിയില്ല. അപ്പൊ അറിയില്ല, നമുക്ക് നോക്കാം. വണ്ടികളൊന്നും അനങ്ങുന്നില്ല അല്ലെ, കിടക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെ എത്ര നേരം എടുക്കും നോക്കാം. ഇപ്പൊ ഒരു കറക്റ്റ് 10:42 ആയി. ഇവിടെ നമുക്ക് എത്ര നേരത്തിനുള്ളില് കടന്നു പോകും നോക്കാം. ഇങ്ങനെ വീട്ടിലൊക്കെ നമ്മള് വാളയാർ ചെക്ക് പോസ്റ്റിൽ എത്താറായി പറഞ്ഞപ്പോ പിന്നെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മള് 5 മണിക്ക് 5:30 നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആവുമ്പോൾ എത്താറുള്ളൂ. അപ്പൊ 10 മണി 10:30 വിളിച്ചപ്പോഴത്തേക്കും വാളയാർ എത്താറായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കളിയാക്കാൻ വേണ്ടി പറയണല്ലോ എന്ന് അമ്മ ചോദിക്കണു ഏട്ടന്റെ. അല്ല നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ കേട്ടോ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ഞാനിവിടെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കൊണ്ട് എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നാലും നമ്മൾ ഉച്ചയ്ക്ക് പോലും ഞാൻ ഓർത്തില്ല കേട്ടോ. ഞങ്ങളുടെ ഉടായ്പ പറ്റിക്കൂടി ഇരിക്കുകയാണ്. ഞങ്ങള് വാളയാറിന്റെ ചെക്ക് പോസ്റ്റ് എങ്ങും എത്തിയിട്ടില്ല കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ ഒരു സർവീസ് റോഡ് കണ്ടപ്പോഴത്തേക്കും തുള്ളി ചാടി വലിയ സർവീസ് റോഡ് ആർക്ക് വഴിയോട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറി വന്നിട്ട് സർവീസ് റോഡ് ബ്ലോക്ക്ഡ് ആയിരുന്നു. ഇപ്പൊ വന്ന വഴി തന്നെ തിരിച്ച് നമ്മൾ വീണ്ടും നാണം കെട്ട് ആ വണ്ടികളുടെ ഇടയിലൂടെ കുത്തി തിരികെ കയറ്റാൻ വേണ്ടി പോവാണ്. അല്ലട്ടോ, നമ്മളവിടെ കയറ്റിയാൽ മതി. അതിന്റെ ഇടയില് എല്ലാരും ഉറക്കുന്നുണ്ടാവും. ഓ ഭയങ്കര കാര്യമായിട്ട് പോണ്ടല്ലോ, വഴി ഉണ്ടാവോ ആരെങ്കിലൊക്കെ വരുന്നുണ്ടാവും. എല്ലാരും ചമ്മിപ്പോവും. കട്ട ചമ്മലായി പോലെ. മാസ്ക് ഇട്ടോ മാമ ഉണ്ടായി. നമ്മള് പറഞ്ഞിട്ട് ആരോ വിശ്വസിച്ച് എല്ലാരും ആ വഴി പോണ്ട്. കുറച്ച് ആൾക്കാരെ വഴി തെറ്റിച്ചിട്ടപ്പോ എന്തൊരാശ്വാസം. അപ്പൊ മനസ്സിലായത് എന്താന്ന് വെച്ചാല്
കൂടെ സൈഡിൽ കൂടെ കുറെ സർവീസ് റോഡുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും പോവരുത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഹെൽപ്പിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് നോക്കിയതാണല്ലോ കേട്ടാ. അതാണ് ആർക്കെങ്കിലും ഒരു സഹായമായിട്ട് ചെറിയൊരു ഇത് ഉണ്ടാവുമെന്ന്. ഇനിയിപ്പോ അവര് ചീത്ത പറയുമെന്ന് നമ്മൾ നോക്കണം. അപ്പോ നമ്മൾ സർവീസ് റോഡ് കണ്ടാൽ നമ്മൾ കയറരുത്, മര്യാദക്കുള്ള വഴി കൂടി തന്നെ പോകണം. ബിക്കോസ് സർവീസ് റോഡുകളൊക്കെ പകുതി വെച്ച് ബ്ലോക്ക്ഡ് ആയിരിക്കും ആൻഡ് കാണയും ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല. കണ്ടോ ഈ വഴികളൊക്കെ ഇങ്ങനെ വണ്ടികൾ ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് അങ്ങ് അറ്റം വരെ കിടക്കാണ്. ഇപ്പൊ ഒരു വൈറ്റ് സ്കൂട്ടർ ചേട്ടൻ പോണില്ലേ, ആ വഴി കൂടി കയറിയിട്ടാണ് ഞങ്ങളിപ്പോ ശശിയായിട്ട് തിരിച്ചു പോകുന്നത്. അപ്പൊ കണ്ടോ ഇപ്പൊ നമ്മള് കയറാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോ വഴി തെറ്റി തിരിച്ചു വന്നോണ്ട് നമ്മളൊക്കെ ഇതിന്റെ ഇടയിലോട്ട് കേറ്റുമെന്നാണ് അതിനേക്കാളും വലിയ ഡൗട്ട്. അവരുടെ ലോറിക്കാരുടെ ചിത്തയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മിക്കവാറും. 1.25 മണിക്കൂറായി, ഒന്നും എത്തിയിട്ടില്ലല്ലോ കേട്ടാ. എങ്ങും എത്തിയിട്ടില്ല. വാളയാറിന്റെ ചെക്ക് പോസ്റ്റ് എവിടെയാന്ന് പോലും അറിയാൻ പാടില്ലാത്തത്ര കണ്ണെത്താതെ ഒരു തന്നോട് തിരക്ക്. ഇവിടെ വരണ വരെ എന്തൊക്കെ ബഹളായിരുന്നു അല്ലേട്ടാ. 5:30 മണിക്ക് വീട്ടിലെത്തുന്നു, 6.5 മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തുന്നു, തുള്ളിച്ചാടുന്നു, ഊണ് കഴിക്കാനെത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഇത് എപ്പോ ഏത് സമയത്ത് ക്രോസ് ചെയ്തിട്ട് എത്തുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കാണ്. ഭയങ്കര നച്ചിങ്ങനെ പോണം മാതിരിത്തെ പയ്യത്ത്, അത്രയും സ്ലോയിലാണ് അവിടുന്ന് ട്രാഫിക് പോണത്. ഉള്ള പ്രതീക്ഷ മൂടുപോയി അല്ലേ, കംപ്ലീറ്റ് മൂടുപോയി. നമ്മൾ ഫൈനലി വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ്. ഈ ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് വീട്ടിലെത്തിയാണ് അല്ലെ. 2 മണിക്കൂറാണ് ഇപ്പൊ കാണിക്കുന്നത് മാപ്സിൽ. അപ്പൊ ജസ്റ്റ് നമ്മളുടെ പാസ് ഇങ്ങനെ കാണിക്കുന്നു അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും ലോറികളൊക്കെ ഉണ്ടാകുന്നതാണ് നമുക്ക് ഇത്രയും സമയം പോണത്. ഭയങ്കര ചെക്കിംഗ് ആണ്. കാറൊക്കെ വളരെ കുറച്ച് കാറുകളേ ഉള്ളൂ. പക്ഷെ ഈ ലോറികളും കണ്ടെയ്നർ ലോറികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്ര സമയം തന്നെ പോയത്. ഇപ്പൊ ഇവിടെ റോഡ് ഫുള്ള് കാലിയാണ്. അവിടെ ഞാൻ കാണിച്ചു തരാം. അയ്യോ, കാലിയാണെന്ന് പറഞ്ഞപ്പോ എന്നോട് ബ്ലോക്ക് ചെയ്തോ? ഇല്ല, ആണോ? നന്നായി. ഇതും കൂടി ചെക്കിങ്ങാ. ഒരു മിനിറ്റ്. അപ്പൊ ഇനി ഈ ലോറികളൊക്കെ ഹെവി ചെക്കിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയമുള്ളത്. ഇപ്പോഴും കാറുകളെയൊക്കെ വേറെ വഴി തിരിച്ചു വിട്ടതാണ് ഇപ്പൊ ക്യാമറ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഈ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് 15 മിനിറ്റ് വീട്ടിലെത്തേണ്ടതായിരുന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തായാലും 2 മണിക്കൂർ എടുക്കും. 12 ആയി. ഇനി 2 hours ആണ് അവിടെ നിന്ന് കാണിക്കുന്നത്. പക്ഷെ റോഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട കാലി കേട്ടോ. മറ്റേ ഹർത്താലിന്റെ അന്ന് മാതിരി ഉണ്ട്. രക്ഷയില്ല. നമുക്ക് ഇന്ന് ഉണ്ണിക്കുട്ടിക്ക് ബോറടിച്ച് ഉണ്ണിക്കുട്ടി എന്താ പോവാത്തേ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഇതൊക്കെ നമ്മളുടെ സേഫ്റ്റിക്കും നമുക്കും വേണ്ടിയാണല്ലോ ഇങ്ങനെ ചെയ്യണത്. ഇല്ല നോക്കട്ടെ ഇനി എന്താ നോക്കട്ടെ അടുത്ത പ്രശ്നം. അതെ, നമ്മള് അവിടെ എണ്ണ കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. കൗണ്ടർ ചെക്കിംഗ് ആണ്. അപ്പൊ അവിടെ നമ്മള് വണ്ടിയിൽ നിന്ന് ഒരാളെ ഇറങ്ങിയിട്ട് പോയി പാസ് എടുക്കണം. നമ്മുടെ കയ്യിലുള്ള പാസ് അല്ല, വേറെ പാസ്സാണ്. ഇവിടെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പൊ എക്സ്ട്രാ ഒരു പാസ്സും കൂടി എടുക്കാൻ ഇപ്പൊ ഏട്ടൻ പോകുന്നതായിരിക്കും. ഏട്ടൻ പാസ് എടുക്കാൻ വേണ്ടി പോയിട്ടാണ് കേട്ടോ. ഇവിടെ കുറെ വണ്ടികള് പറയാൻ മോനെ, ഇവിടെ കണ്ട കുറെ വണ്ടികള് ഇവിടെ എന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പാസ് എടുക്കണം. അതിപ്പോ ഏട്ടൻ എന്തിനാന്ന് ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് അറിയാട്ടോ. വലിയപ്പെടുത്തില്ല എന്താന്ന്. പോയിട്ട് വരട്ടെ. വേഗം പോകണം. എന്നെ കൊണ്ട് മാസ്കും ഗ്ലൗസും എല്ലാം ഇടിച്ചിട്ടാണ് വിട്ടേക്കുന്നത്. പേടിയാണേ. ഷോ നമ്മള് ഇപ്പൊ ഓക്കെ, നമ്മളപ്പോ ഇവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് ഇനി ട്രാവല് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഉള്ള കയ്യിലുള്ള ഡോക്യുമെന്റ്സ് കാണിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് നമ്മൾ സെപ്പറേറ്റ് പാസ് എടുക്കണം. പാസ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ഫോർ ട്രാവൽ ആണോ എന്ന് നോക്കും. പിന്നെന്താണ്, പിന്നെ എന്നിട്ട് നമുക്ക് പാസ് തരും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. കേരള പോലീസിന്റെ സ്റ്റിക്കർ അയ്യോ അതെ, കേരള പോലീസിന്റെ സ്റ്റിക്കർ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞു നോക്കിയിട്ടാ. കേരള പോലീസിന്റെ സ്റ്റിക്കർ നമ്മുടെ കാറിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ അവിടെ പറയണം. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ വിടും. അപ്പൊ നമ്മള് വണ്ടിയിലുള്ള എല്ലാവരും ഇറങ്ങി ചെന്നിട്ട് വേണം നമ്മുടെ ഈ ഇതില്ലേ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരാൾ മാത്രം പോയാൽ പോരാ. നമ്മൾ ഒരാൾ മാത്രം പോയാൽ മതി എന്നാ വിചാരിച്ച. പക്ഷെ എല്ലാവരും പോയിട്ട് ഇൻഡിവിജ്വലി എല്ലാവരും ചെക്ക് ചെയ്യണം. ചില ആൾക്കാർ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇത്ര സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇടിച്ചു കയറി വരുന്നവരുണ്ട് കേട്ടോ. അത് ഇനിയും എന്താ ഇവർക്കൊന്നും മനസ്സിലാവാത്തതെന്ന് എനിക്ക് ഐ ഹാവ് നോ ഐഡിയ. പിന്നെ ഏറ്റവും ഹാപ്പി കാര്യം എന്ന് വെച്ചാൽ ഒരു അടിപൊളി ന്യൂസ് എന്ന് വെച്ചാല് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ അവിടെ വെച്ച് കണ്ടു. അതും ഈ മാസ്ക് ഇട്ട മുഖത്ത് കൂടെ കണ്ടുപിടിച്ചു. അതും ആരെ കണ്ടിട്ടാ മനസ്സിലായെന്നറിയോ? ഏട്ടനെ കണ്ടിട്ട്.
ഏട്ടൻ നടന്നു പോണ കണ്ടപ്പോ തന്നെ മനസ്സിലായിരുന്നു. ഞാൻ ഓർത്ത് ഇത്ര മാസ്ക് ഇട്ടേക്കുന്നുണ്ട്. എല്ലാതാണ് പേര്. ഇവിടെ ഡ്യൂട്ടിയാണ്, നമ്മൾ ഈ ചെക്ക് പോസ്റ്റിന്റെ ഇവിടെ ഡ്യൂട്ടിയാണ് പുള്ളിക്കാരത്തേക്ക്. അവിടെ എല്ലാം കാണാനും ഡെലിഗേറ്റ് സ്പെഷ്യലായി ഞാൻ സമ്മതിച്ചിരിക്കുന്നു കഴിവിന്. അല്ല, നമ്മൾ ഇത്രയും മാസ്ക് ഇട്ടിട്ട് ആകെ കണ്ണും പിരികും മാത്രമേ പുറത്ത് കാണുള്ളൂ. പക്ഷെ ഡെല്ല അതിൽ കൂടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഏട്ടനെ കണ്ടപ്പോ ആദ്യം തന്നെ മനസ്സിലായി. പിന്നെ ഞാനും മോനും കൂടിയാണ് രണ്ടാമത് ഇറങ്ങി നമ്മള് ചെക്ക് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ ചെക്കിങ്ങിന് പോയപ്പോഴത്തേക്ക് ഉറപ്പിച്ചു. ഓ മൈ ഗോഡ്. പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. നമ്മളിങ്ങനെ ഫേസ് ഒരു 3/4 നമ്മൾ കവർ ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരെയും അങ്ങനെ തിരിച്ചറിയാൻ ചാൻസ് ഇല്ല, നമുക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഏട്ടാ ആദ്യം തന്നെ കണ്ടപ്പോ മനസ്സിലായിരുന്നു. അടിപൊളി കേട്ടോ, നമ്മളുടെ ട്രൂ സബ്സ്ക്രൈബർ ആണല്ലോ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ ഡെല്ലയ്ക്ക് ഒരു സ്പെഷ്യൽ ഹൈ. ഓക്കെ, സ്റ്റേ സേഫ്. നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട് ആൾക്കാർ ഇങ്ങനെ വർക്ക് അവരുടെ ഡ്യൂട്ടി ആണല്ലോ. അപ്പൊ ചെയ്തേ പറ്റുള്ള പോലീസ് ആയാലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഈ ഫീൽഡിലെല്ലാം ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു വലിയ സല്യൂട്ട്. ഇങ്ങനെ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇടയിലോട്ട് ഇറങ്ങിയിട്ട് പേടിയായിട്ട് വയ്യായിരുന്നു. ചില നമ്മള് മാസ്ക് ഉണ്ട്, ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്, എല്ലാം ഉണ്ടെന്നല്ല, ഇങ്ങനെ മുട്ടില്ല തൊടണില്ല എന്നുണ്ട് ഒരു ഉള്ളിലൊരു പേടിയായിരുന്നു. അപ്പൊ അവരെല്ലാ ദിവസവും ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഒന്നും പറയാനില്ല അല്ല കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്നൊക്കെ കോൾ വന്നപ്പോഴത്തേക്കും അവിടെയൊക്കെ ഭയങ്കര മഴയാണെന്ന് നമ്മൾക്ക് ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വെയിലൊന്നുമില്ല, മഴയൊന്നുമില്ല, ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. കേട്ടോ, അങ്ങനത്തെ ഈ ലോറികളാണ് മുഴുവനും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം പോയത്. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ വലിയ എന്താ ഒരു സാധാരണ ഒരു മൂടിയ ക്ലൈമറ്റ് ആണ്. അപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി 2 hours കറക്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉണ്ണിക്കുട്ടി ഇവിടെ മാസ്ക് ഒക്കെ കെട്ടിയിരിക്കുക അല്ലേ പൊന്നോ? ഉറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോടാ? അല്ല, ഓക്കെ വേണ്ട. അപ്പൊ നമ്മൾ ഈ വീട്ടിലോട്ടൊക്കെ വിളിച്ചു പറയട്ടെ നമ്മളിവിടെ നിന്ന് വാളയാർ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തെന്നുള്ളത്. ഹലോ ഞങ്ങളിപ്പോ ഓൾമോസ്റ്റ് എത്താറായി വീട്ടില്. ജസ്റ്റ് 3 minutes 4 minutes കൂടി ഉള്ളൂ. തലയൊക്കെ ഇങ്ങനെ മന്നിച്ചിരിക്കണം. ഞാൻ അതിന്റെ ഇടയിൽ കിടന്നൊന്ന് ഉറങ്ങിയായിരുന്നു. ഒരു ഉറക്കം ചെറുതായിട്ടൊരു 10-15 minutes വരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഏട്ടാ. അത് തന്നെ, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാറില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ചെറിയൊരു ഗിഡിനെസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒന്ന് ഇത്തിരി നേരം ഒരു 10-15 minutes കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഭേദമുണ്ട്. അപ്പൊ ഇന്ന് ഇനിയിപ്പോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പിടിക്കണം. അതൊക്കെ കുറെ ഉണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആദ്യം പോയിട്ട് കുളി പാസ്സാക്കലാണ് ഏറ്റവും അത്യാവശ്യം. ഡെറ്റോളിൽ കുളിയല്ലേ കേട്ടോ. അയ്യോ, ബാക്കി അപ്ഡേറ്റ് തരാട്ടോ. ഹലോ, ഇപ്പൊ രാത്രിയായിട്ടോ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ നമ്മൾ ഇന്നോട്ട് ക്വാറന്റൈൻ ആണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞു. നമ്മൾ കറക്റ്റ് 3:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. നല്ല ടയേർഡായി. പിന്നെ നമ്മളുടെ വണ്ടിയിൽ നിന്ന് അങ്ങനെ വന്ന് കുളിച്ച് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടുവച്ചു. വെച്ചതിന് ശേഷം അപ്പം മുതൽ മുകളിൽ ഇരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ സേഫ് ആയിട്ടിരിക്കണ്ടേ. അപ്പൊ ഞങ്ങളെല്ലാവരും മുകളിലിരിക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കാകെ താഴത്തോട്ടൊന്നും ഇറങ്ങാൻ അനുവാദമില്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ബാൽക്കണിയിൽ പോയിട്ട് മഴ കാണാമല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേഫ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ. ഒരുവിധ സമ്പർക്കത്തിന് നമ്മൾ പോകുന്നില്ല. ബാക്കി എല്ലാവരും നമ്മൾ സേഫായിട്ട് വെക്കണമല്ലോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ എത്രത്തോളം സൂക്ഷിച്ചാണ് അവിടെ ഇരുന്നതെന്ന് അറിയാം. പിന്നെ നമ്മുടെ ഗവൺമെൻറ് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ ലിറ്ററലി 2 മാസം പുറം ലോകം കണ്ടിട്ടേ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോയതെന്ന് വെച്ചാൽ നമ്മൾ മാസ്കും ഹാൻഡ് സാനിറ്റൈസറും എല്ലാം അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരാളെ മുട്ടാതെയും പിടിക്കാതൊക്കെയാണ് നമ്മൾ പോയിട്ട് വന്നത്. അപ്പം നമുക്കറിയാം നമ്മൾ സേഫാണ്. പക്ഷെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് എല്ലാം ശ്രദ്ധിച്ച് കേട്ട് അനുസരിച്ചിരുന്നേ മതിയാവുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് മുകളിലിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത്രയും ദിവസം ബാൽക്കണിയിലും റൂമിലുമായിട്ട് ആരെയും കാണാണ്ട് ജീവിച്ച് തീർത്തത് കൊണ്ട് ഒരു 14 ദിവസം കൊണ്ടിരിക്കേണ്ട വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ നാട്ടുകാർക്കും വേണ്ടിയല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെന്താ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കിടന്നു. ഞങ്ങൾ ഇവിടെ മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഇവിടത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റഡ് ആയിട്ട് വരണുള്ളൂ. എൻ്റെ മുഖത്തൊന്നും ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ക്വാറന്റൈൻ്റെ അവസ്ഥ ഉണ്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ എൻ്റെ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കുരുവൊക്കെ വന്നു. എന്ത് കഷ്ടം നോക്കിയേ. എല്ലാം ഈ പാക്കൊക്കെ ചെയ്തപ്പോൾ ശനിയാഴ്ച അല്ലല്ലോ
ശനിയാഴ്ചയാണ് പാസ് വന്നത്. ശനിയാഴ്ച തന്നെ നമ്മളെല്ലാം പാക്കിങ് തുടങ്ങിയപ്പോൾ അന്ന് മുതൽ തന്നെ മുഖത്തൊന്നും ഇടണില്ല, ആകെ ലിപ് ബാം മാത്രമേ ഇടണുള്ളൂ. അതിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ ഞാൻ YBPന്റെ പ്ലാന്റ് റെമഡി ഓർഡർ ചെയ്തു. ഞാനിവിടെ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. വന്നതും ഞാൻ ഫോണിൽ അപ്പം തന്നെ വെച്ചാൽ വന്ന് കയറിയിട്ട് അപ്പം തന്നെ ഇല്ല, നമ്മളിപ്പോൾ മുകളിൽ ആരുമായിട്ടുള്ള സമ്പർക്കമൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പണിയില്ലാത്തത് കൊണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് എന്തായാലും ഓർഡർ ചെയ്യാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ബിക്കോസ് എൻ്റെ സ്കിൻ അത് നല്ല ഗ്ലോ ആയിരുന്നു ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരുന്നപ്പം. പക്ഷെ അത് നിർത്തി കുറച്ച് നല്ലോണം നാളതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അങ്ങോട്ട് ശരിയാവണില്ല. അപ്പോൾ ഞാൻ വന്ന് ഒന്ന് റിലാക്സ്ഡ് ആയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ആശ്വാസം. പ്ലാന്റ് റെമഡി അറിയില്ലെങ്കിൽ YBP എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സ്കിൻ കെയർ ഫോർ കൺജസ്റ്റഡ് ആൻഡ് ഓയിലി സ്കിന്നാണ്. അപ്പോൾ അവരുടെയാണ് എനിക്ക് 101% വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫേഷ്യൽ ഓയിൽ കേട്ടോ. ബാക്കിയെല്ലാം പന്നയാണെന്നോ അല്ലെങ്കിൽ വർക്കിംഗ് അല്ലെന്നല്ല പറഞ്ഞത്. ബാക്കി എല്ലാത്തിനും സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ടെങ്കിലും ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആണ്. അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയണത്. അതിന് 30 ml 2450 അങ്ങനെ തന്നെയാണ് അതിൻ്റെ വില. പക്ഷെ നമ്മുടെ സ്കിൻ ഇത്രയും നന്നായിട്ടിരിക്കുമെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ ഒരു തെറ്റുമില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനത് വന്നതും അത് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ആഴ്ച വല്ലതും വരുമായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ്. നമുക്കിവിടെ ക്വാറന്റൈനിൽ ഇരിക്കുന്നതുകൊണ്ട് വീട്ടിൽ ആരെയും ഒന്നും കാണിക്കാനുള്ള നിർവാഹമില്ല. നമുക്ക് തന്നെ കാണാനുള്ള നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ ആരെയും കാണിക്കുന്നില്ല. ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ ഓൾറെഡി വന്നേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബാക്കി ഇനി ചിലപ്പോൾ മിക്കവാറും 2 ആഴ്ച ഇടാൻ വേണ്ടി പോകുന്നത് നമ്മൾ നോർമൽ കണ്ടന്റ് തന്നെ ആയിരിക്കും. ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി എല്ലാം ഷൂട്ട് ചെയ്തിട്ട് വേണം. ഒന്നിനെല്ലാം ഷൂട്ട് ചെയ്ത് തുടങ്ങണം. എല്ലാം സെറ്റ് ചെയ്യണം. സാധനങ്ങളൊക്കെ നിരത്താനും പിടിക്കാനും ഒക്കെ ഉണ്ട്. ബിക്കോസ് എല്ലാം ബോക്സിൻ്റെ അകത്തും ബാഗിൻ്റെ അകത്തും സഞ്ചിക്കകത്തൊക്കെയാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പം ഇനി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇനി മൊത്തം ഷൂട്ടിങ് ഇനി പുനരാരംഭിക്കാൻ വേണ്ടി. ഇനിയുള്ള ഇനിയുള്ള കണ്ടന്റൊക്കെ നമ്മൾ നോർമൽ കണ്ടന്റും അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും. ഒന്ന് ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളുടെ ബാക്കി വ്ളോഗുകളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കാണിക്കാൻ ഞാൻ വലിയ പ്ലാൻ ചെയ്യണില്ല. എന്ത് ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ വീടല്ല, നമ്മൾ അപ്സ്റ്റേഴ്സിലാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ പണ്ടത്തെ വ്ളോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞങ്ങളുടെ മേളിലാണ് നമ്മുടെ റൂം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വ്ളോഗ് ചെയ്യാനാണ്? പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാനില്ല. ഒരു ക്ലോസ്ഡ് വീടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ പാടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫിനുള്ള ഒരു വകുപ്പ് പോലും ഇല്ല. സോ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ നാട്ടിലേക്ക് വരുന്നൊരു വീഡിയോ ഇഷ്ടമായത് കേൾക്കുന്നു. ഇതാണ് കേട്ടോ ഞാൻ അന്ന് കമൻറ്റ് ടാബിൽ പറഞ്ഞ വിശേഷം. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഹാപ്പിനെസ് തരുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. വേറെ ഹാപ്പി ന്യൂസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ നാട്ടിലേക്ക് വരുന്നൊരു വ്ളോഗ് ഇഷ്ടമായിരുന്നു കേൾക്കുന്നു. കൂടുതലും സംസാരം തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. അതിനോട് ക്ഷമിക്കുക. ബിക്കോസ് നമുക്ക് വേറെ ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ പുറത്തൊന്നും ഇറങ്ങണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.